ഇന്ന് നമുക്ക് തിരുവനന്തപുരം സ്റ്റൈല് മത്തി തേങ്ങ അരച്ച കറി ഉണ്ടാക്കാം. അപ്പോൾ ഒരു 300 ഗ്രാം ഞാൻ മത്തി എടുത്തിട്ടുണ്ട്. അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഒക്കെ ഇട്ട് പച്ചമുളക്, വേപ്പില, ഒരു കുഞ്ഞു തക്കാളി, പിന്നെ നമ്മുടെ നാടൻ കുടംപുളി, പച്ച കുടംപുളി, പിന്നെ മുരിങ്ങക്കായ, അതെല്ലാം നമ്മളൊരു പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി കൂട്ടി തിരുമ്പാം കേട്ടോ. അപ്പോൾ നമ്മുടെ കഷ്ണത്തുമ്പിക്കൊക്കെ ശരിക്കും നന്നായി ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു പ്രത്യേക മണോ സ്മെല്ലൊക്കെ വരും. അത് കഴിഞ്ഞതിന് ശേഷം ചെറുള്ളി അരിഞ്ഞിടാം. പിന്നെ നമ്മുടെ പച്ച തേങ്ങ ഒരു 3/4 തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കാന്താരി മുളകും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായി പേസ്റ്റ് രൂപേണ നമ്മളത് അരച്ചെടുക്കുക. അതെല്ലാതും നമ്മൾ അതിലെ മിക്സിയുടെ മറ്റേ ഇതിലേക്കൊക്കെ എല്ലാം ഇതാക്കി കൊടുത്ത് നമ്മുടെ ചട്ടിയിലേക്ക് നമ്മളത് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് നന്നായി കൈ കൊണ്ട് കൂട്ടി തിരുമ്മി നമ്മൾ ഗ്യാസ് അടുപ്പിൽ വെച്ചതിന് ശേഷം അത് നന്നായി തിളച്ച് നമ്മുടെ പുളിയൊക്കെ ഇറങ്ങി മുരിങ്ങക്കായലേക്കൊക്കെ അതിൻ്റെ സത്തൊക്കെ ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഉപ്പുണ്ടോ പുളിയുണ്ടോ എന്നൊക്കെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ എന്താ പറയുക കുഞ്ഞുള്ളി നമ്മൾ കുരുകുരാന്ന് നമ്മൾ അരിഞ്ഞെടുക്കുക. പിന്നെ നാടൻ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മളത് കാച്ചിയെടുക്കുക. നന്നായി അത് മൂത്തതിന് ശേഷം നമ്മൾ നാടൻ കറിവേപ്പിലും കൂടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായി അത് മൂത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഈ റെഡിയായ മത്തിക്കറിയിലേക്ക് നമ്മൾ ഇത് ഒഴിച്ച് കൊടുക്കുക. അപ്പം നമ്മൾ ഈ ഉള്ളി കാച്ചുമ്പോൾ ഒരു മണമല്ലേ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മണമാണ് ഉള്ളി കാച്ചുന്നത്. അപ്പം അത് എന്താ പറയുക, അത് അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം നമ്മൾ ഈ എന്താ പറയുക അതൊന്ന് അടച്ച് വെച്ചതിന് ശേഷമാണ് 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളത് തുറന്ന് നോക്കുക. തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ കറിയിലേക്കൊക്കെ അതിൻ്റെ എല്ലാതും പിടിച്ചിട്ടുണ്ടാവും. അപ്പം നല്ലൊരു പ്രത്യേക മണവും സ്മെല്ലും ഒക്കെയാണ്. കണ്ടോ, ഇപ്പം നമ്മുടെ കറി കാണാൻ തന്നെ എന്ത്